പച്ചയായ ജീവിതങ്ങൾ സാധാരണ രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയായിരിക്കും. കാച്ചിക്കുറുക്കളൊന്നും തന്നെ ഇല്ലാതെ അത് അത്രയും സ്വാഭാവികമായിട്ട് തന്നെ ഓരോ സിനിമയിലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ശ്രീനിവാസൻ സിനിമകളുടെയൊക്കെ പ്രത്യേകത. പലപ്പോഴും സത്യനന്ദിക്കാടും പ്രിയദർശനും ഒക്കെ പറയുന്നുണ്ട്, ഈ വളച്ചു പറയുന്ന ഒരു രീതി അത് എപ്പോഴും ശ്രീനിവാസനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് തന്നെ മാതൃഭൂമി പത്രത്തിൽ അവരുടെ ഓരോ അനുഭവങ്ങളും പ്രേക്ഷകർക്ക് വായിക്കാൻ പറ്റുന്നതായിരിക്കും. അതിൽ പറയുന്നുണ്ട്, ചായ കുടിച്ചോ എന്ന് ചോദിച്ചാൽ കുടിക്കാം എന്ന് മാത്രമായിരിക്കും സ്വാഭാവികമായിട്ട് പറയാം. ശ്രീനിവാസൻ അങ്ങനെയല്ല, കുടിക്കേണ്ടി വരും എന്നിങ്ങനെ അത് ഓരോ സംഭാഷണത്തിലും അതിങ്ങനെ പറയുന്നുണ്ട്. സത്യനന്ദിക്കാട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. പ്രിയ സുഹൃത്താണ് സത്യനും പ്രിയദർശനും. ശ്രീനി ഇല്ലാതെയുള്ള സത്യനും പ്രിയദർശനുമാണ് ഇനി നമുക്ക് മുന്നിൽ നമ്മൾക്കിനി കാണാൻ പറ്റുന്നത് എന്ന വേദനയോടുകൂടി മാത്രമേ നമുക്ക് അങ്ങനെ ഇനി അവരെക്കുറിച്ചും സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അവരുടെ ഒരു ഭാഗമാണ് ഇല്ലാതാകുന്നത്. എപ്പോഴും സത്യനോടൊപ്പവും പ്രിയനോടൊപ്പവും ചേർന്ന് നിന്ന ശ്രീനിവാസനായിരുന്നു. എത്രയെത്ര സിനിമകൾ എടുത്തു പറയാനുണ്ട്. ഇവർ തന്നെ പറയുന്നുണ്ടാകും, മുന്നിലുള്ള ഓരോ ജീവിതങ്ങളും കണ്ടുകൊണ്ട് തന്നെയാണ് ഉറപ്പായിട്ടും ശ്രീനിവാസൻ സിനിമകൾ വരുന്നത്. അങ്ങനെ ഇവർ തമ്മിലുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുമ്പോഴായാലും മുന്നിൽ നമുക്ക് ഒരുപാട് ജീവിതങ്ങളില്ലേ, ആ മലയാളിയെ തന്നെ മുന്നിലേക്ക് പകർത്തിയാൽ പോരെ എന്നാണ് പലപ്പോഴും ശ്രീനിവാസൻ പറയുന്നത്. അങ്ങനെയാണ് ഓരോ ശ്രീനിവാസൻ സിനിമകളും നമുക്ക് മുന്നിലേക്ക് വരുന്നത്. പ്രദീപ് ജോസഫ് അവിടെ നിന്നും വിവരങ്ങളുമായി തുടരുന്നുണ്ട്. പ്രദീപ്, വലിയ ആൾക്കൂട്ടം ഈ സമയത്തോടകം തന്നെ അവിടെയുണ്ട്. രാവിലെ മുതൽ തന്നെ നമ്മൾ ഓരോ കാഴ്ചകളും കാണുന്നതാണ്. 10 മണിവരെ മാത്രമേ സമയമുള്ളൂ. അതിനുശേഷം പ്രിയപ്പെട്ട ശ്രീനിവാസൻ നമ്മളിൽ നിന്നൊക്കെ വിടവാങ്ങുകയാണ്. അന്ത്യവിശ്രമത്തിനുള്ള സ്ഥലം ഒരുക്കുന്നത് ആ കാഴ്ചയൊക്കെ വേദനയോടുകൂടി നമ്മൾ കാണുന്നതാണ്. പറയൂ അവിടുത്തെ കാര്യങ്ങൾ. പൂജ, കേവലം 1 മണിക്കൂറിൽ താഴെ മാത്രം സമയമാണ് ശ്രീനിവാസൻ കണ്ടനാട്ടെ ഈ വീട്ടിലുണ്ടാവുക, ഇല്ലെങ്കിൽ പൊതുസമൂഹത്തിനൊപ്പം ഉണ്ടാവുക. നിശ്ചലനാണ് എങ്കിൽ തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി, അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ചലച്ചിത്ര ലോകവും ഒപ്പം സഹൃദയരും കൂടാതെ നാട്ടുകാരുമൊക്കെ ശ്രീനിവാസൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നു. ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് സംവിധായകൻ സത്യനന്ദിക്കാട് പൊട്ടിക്കരഞ്ഞ് ശ്രീനിവാസന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ആത്മാർത്ഥ സുഹൃത്തുക്കൾ, അവരിൽ തൻ്റെ പ്രിയ സുഹൃത്തിനെ യാത്രയയക്കാൻ വേണ്ടിയാണ് സത്യനന്ദിക്കാട് എത്തിയിരിക്കുന്നത്. അല്പസമയം മുൻപ് അദ്ദേഹം എത്തി. ശ്രീനിവാസൻ്റെ നിശ്ചലമായ മൃതദേഹത്തിനിടയിൽ സത്യൻ അന്തിക്കാട് കാത്തു നിൽക്കുന്നുണ്ട്. ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ ഏതാണ്ട് 54 ചിത്രങ്ങളിൽ 32 എണ്ണത്തിൽ അധികം സത്യൻ അന്തിക്കാടിനും ഒപ്പം പ്രിയദർശനും വേണ്ടിയായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇരുവരും തമ്മിലുള്ള ആ ആത്മബന്ധം. മാത്രമല്ല, മലയാളി ഇക്കാലത്ത് പോലും ഏറ്റുപറയുന്ന ചില ഡയലോഗുകൾ, അല്ലെങ്കിൽ കുടുകടെ ഓർത്തോർത്ത് ചിരിക്കുന്ന ചില ഡയലോഗുകൾ, അതൊക്കെയും സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പിറന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും നമ്മൾ ട്രോളുകളിലാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടത് സന്ദേശം സിനിമയിലെ ചില ഡയലോഗുകളായിരുന്നു. അതൊക്കെയായിരിക്കാം ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ശ്രീനിവാസൻ്റെ രചനാ വൈഭവത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായ ഡയലോഗുകൾ എന്ന് പറയുന്നത്. അങ്ങനെ മാത്രമല്ല, ശ്രീനിവാസന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, പുതുതലമുറയിലെ നടീനടന്മാർ, പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ അല്പസമയം മുൻപ് എത്തിയിരുന്നു. നടി പാർവതി തെരുവോത്ത്, അങ്ങനെ യുവതലമുറയുടെ പ്രതിനിധികളായ നടീനടന്മാർ എല്ലാവരും തന്നെ എത്തിയിരുന്നു. മാത്രമല്ല, വിനീത് ശ്രീനിവാസനുമായും ധ്യാൻ ശ്രീനിവാസനുമായുള്ള സൗഹൃദം ഒക്കെ കൊണ്ടാവാം, കൂടാതെ ശ്രീനിവാസനെ ഗുരുവായി കാണുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തമാശകൾ, രംഗങ്ങൾ ആസ്വദിക്കുന്ന, അദ്ദേഹത്തിൻ്റെ രചനാ വൈഭവം ആസ്വദിക്കുന്ന ഒരു തലമുറയാണ് മലയാളിക്കുള്ളത്. 80കളിലെ മലയാളി യുവത്വത്തിൻ്റെ കഥകളാണ് ശ്രീനിവാസൻ ഏറ്റവും രസകരമായി പറഞ്ഞത് എന്ന് പറയാൻ സാധിക്കും. തൊഴിലില്ലായ്മ, പ്രണയനൈരാശ്യം, സ്വയം ചില കോംപ്ലക്സുകളിൽ പെട്ടുകൊള്ളുന്ന മലയാളി യുവത്വം, ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രീനിവാസൻ ചിത്രങ്ങളിൽ കണ്ടപ്പോൾ താൻ തന്നെയാണോ ഈ സ്ക്രീനിലുള്ളത് എന്ന് പോലും നമ്മൾ ചില ചിത്രങ്ങളിൽ ആശങ്കപ്പെടുകയുണ്ടായി. അല്ലെങ്കിൽ ചില ചിത്രങ്ങൾ കണ്ടപ്പോൾ നമ്മൾ തന്നെയാണോ ആ ദൃശ്യങ്ങളിലുള്ളത് എന്ന് പോലും ചിന്തിച്ചു. അത്രമാത്രം തന്മയത്വത്തോടുകൂടി രചിച്ച കഥകൾ, കഥാപാത്രങ്ങൾ, അവയെല്ലാമാണ് ശ്രീനിവാസനെ ഇന്നും മലയാളികൾക്ക് പ്രിയങ്കരമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീനിവാസന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി വലിയ ഒരു ലോകം എത്തിയിരിക്കുന്നു ഇപ്പോൾ.